ഹലോ ഫ്രണ്ട്സ്, നാളത്തേക്കുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും അതിൻ്റെ ചെറിയൊരു അനാലിസുമാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ നമുക്ക് ഫിബ് എടുക്കാം. ഈ ലോ മുതൽ ഈ ഹൈ വരെ പ്ലോട്ട് ചെയ്യാം. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ലെവൽസ് മാർക്ക് ചെയ്യാം. 1 ഇതൊരു ഇമ്പോർട്ടൻ്റ് ലെവൽ തന്നെയാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ലെവൽ തന്നെയാണ്. അതിൻ്റെ 0.5 0.618 ലെവൽസ് മാർക്ക് ചെയ്യാം. ഇതെന്താണ്? ഈ പോയ ബയേഴ്സ് ഇന്നലെ ഇന്നായിട്ട് പോയ ബയേഴ്സിൻ്റെ പ്രീമിയം സോണാണ്. ഓക്കെ, ഉദാഹരണത്തിന് എന്താ പറയുക, ഇതിന് താഴെ വന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ബയേഴ്സ് പോയെന്ന് തന്നെയാണ് അർത്ഥം. ഈ വിക്ക് എടുത്തുകൊണ്ട് അവർ താഴെ പോകും. എന്നിട്ട് വേറെ ലെവൽസ്, വേറെ ഇതുപോലെ സോണ് ബയേഴ്സ് കിട്ടുന്ന സോണിൽ കയറി ഇതേപോലെ ലെവൽസ് സോണൊക്കെ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ കാണുകയാണെങ്കിൽ മുകളിലോട്ട് ട്രേഡ് എടുക്കാം. ഓക്കെ, അതാണ് ഈ സോണിന്റെ പ്രത്യേകത. അഥവാ ഇത് ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ ഇങ്ങനെ പ്രൈസ് വരും. ഇനി എനിക്ക് ആരെങ്കിലും ഉണ്ടോ മുകളിലോട്ട് കൊണ്ടുപോകാൻ, എവിടെ ലിക്വിഡിറ്റി ഉണ്ടോ, ഇവിടെയൊക്കെ വരാം. എന്നിട്ട് വീണ്ടും ഇതുപോലൊരു സോണൊക്കെ ഉണ്ടായി വരാം. ഓക്കെ, അതൊക്കെ പിന്നീടുള്ള കാര്യം. ഇത്രയാണ് നാളത്തേക്കുള്ള മേജർ സോൺ ലെവലും സോണും. ഓക്കെ, ഇനി ഇതിൽ വേറെ അഡീഷണൽ സോൺസ് കണ്ടുപിടിക്കണോ? തീർച്ചയായിട്ടും പറ്റും. നമുക്ക് ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ നമ്മൾ ഏത് പൊസിഷനിൽ ഇരിക്കണം എന്ന് മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളം. നോക്കാം എന്താ ചെയ്യേണ്ടത്. അഡീഷണൽ ലെവൽസ് എന്തെങ്കിലും വേണേൽ ഇത് ഒരു സോണായിട്ട് കൂട്ടിയാൽ മതി. ലൈനാണ് വരയ്ക്കുന്നതെങ്കിൽ ഇതൊരു സോണായിട്ട് കൂട്ടിയാൽ മതി. ഓക്കെ, ഇവിടെ ഒരു സോണായിട്ട് കൂട്ടിയാൽ മതി. അഥവാ ഇവിടെയൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ബ്രേക്ക് ആയാലും നമ്മൾ ചാടിക്കറി പി എടുത്തിരിക്കുന്നത് വരെ ഇവിടെയൊക്കെ വന്ന് ചിലപ്പോൾ നിന്ന് മുകളിൽ കയറിപ്പോവാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് മുകളിൽ കയറിപ്പോയി വീണ്ടും താഴെ വരാം. എന്തുകൊണ്ട് സംഭവിക്കും? ഇങ്ങനെ സൈഡ് വേസ് ആയിട്ട് നിൽക്കാം. ഓക്കെ, എന്തുകൊണ്ട് സംഭവിക്കാം? ഈ ഏരിയ നാളെ വരുമെന്ന് എനിക്ക് ഉറപ്പില്ല, പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ എല്ലാത്തിനും പ്രിപ്പയർ ആയി നിൽക്കണം. ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഏത് സൈഡിലോട്ട് നിൽക്കണമെന്ന് നമുക്കൊരു ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു മനസ്സിന് നമുക്ക് വിചാരിച്ച് നിൽക്കാൻ പറ്റും. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ബയേഴ്സ് ഈ ഏരിയയിലോട്ട് നിൽക്കുകയാണെങ്കിൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ബ്രേക്കായി സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സസ്റ്റെയിൻ എന്ന വാക്കിന് മാർക്കറ്റിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഓക്കെ, വേറെ ഏതെങ്കിലും ലെവൽസ് ഉണ്ടോ? വരയ്ക്കാണെങ്കിൽ ഒരുപാട് ലെവൽസ് കിട്ടും. നമുക്ക് കുറച്ച് ലെവൽസ് മതി. അപ്പോൾ ഒരു വ്യൂ മനസ്സിലാക്കണം, വ്യൂ ക്ലിയർ ആയിരിക്കണം, അത്രേ ഉള്ളൂ. ലൈവ് മാർക്കറ്റിൽ ഇതേപോലെ ലെവൽസ് ഫോം ആയിക്കൊണ്ടിരിക്കുക, അത് വരയ്ക്കാൻ നമ്മൾ പഠിക്കണം. ഓക്കെ, ഇതൊരു സോൺ, ചെറിയ സോൺ, ഇതൊരു ലെവൽ, ഇതൊരു ലെവൽ. ഇത്രയും നാളത്തേക്ക് മതിയാവും. ബാക്കി ലൈവ് മാർക്കറ്റിൽ പുതിയ ലെവൽസ് എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ അതും കൂടെ പ്ലോട്ട് ചെയ്യണം. ഓക്കെ, ഓക്കെ, ഇതും കൂടെ പ്ലോട്ട് മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്യാൻ നമുക്ക് ഒരുപാട് ലെവൽസ് കിട്ടും. ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് വരച്ചിട്ടുള്ളൂ. ഇത്രയൊക്കെ ധാരാളം മതി. ബാക്കി നമുക്ക് ലൈവ് മാർക്കറ്റിൽ നോക്കാം. ഇതിനൊക്കെ വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് അങ്ങോട്ട് ചുറ്റും മാറ്റാൻ പറ്റും. ഓക്കെ, ലൈവ് മാർക്കറ്റിലെ സപ്പോർട്ട് റെസിസ്റ്റൻസും എങ്ങനെ കൊണ്ട് നിൽക്കാം. ലൈവ് മാർക്കറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫോം ആവാറുണ്ട്. ഓക്കെ, സേവ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, നാളെ ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് ഇതുപോലെ സൈഡ് വൈസ് ആയിട്ട് നിൽക്കാം. ചിലപ്പോൾ വോളറ്റൈൽ മൂവ്മെന്റ് താഴെ പോയി മുകളിൽ പോയി നിൽക്കാം. ചിലപ്പോൾ ട്രെൻഡിങ് ആവാം. എന്തോണം സംഭവിക്കാം. പക്ഷെ ഇതൊരു ബുൾ ട്രാപ്പ് ആയിട്ട് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ ബയേഴ്സിനെല്ലാം ഇവിടുന്ന് ഞാൻ മോളിൽ പോവേണേന്ന് പറഞ്ഞ് കൊണ്ടുപോയി. കാരണം ഇവിടുന്ന് ഗ്യാപ്പ് അപ്പ് ഉണ്ട്, അതിനെ റിജക്ട് ചെയ്ത് താഴെ വന്നു. വീണ്ടും ഈ ബയേഴ്സ് എന്നെ കൊണ്ടുപോയി ഇവിടം വരെ എത്തിച്ചു. നാളത്തെ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഇതൊരു ബുൾസിനെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു മൂവായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞോണ്ട് അതുപോലെ ആവണമെന്നില്ല. ചിലപ്പോൾ 100 110 മോളിൽ കയറി പോകാനും വരാം. ഓക്കെ, അതൊക്കെ മാർക്കറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ നോക്കാം. അപ്പൊ ഇത് ആർക്കെങ്കിലും ഉപകാരമാവുന്നെങ്കിൽ ആവട്ടെ എന്ന് കരുതി ചെയ്യുന്നേ ഉള്ളൂ. ആർക്കോണോ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഇതൊക്കെ മാർക്കറ്റ് ചാർട്ട് സ്ഥിരം കാണുന്നവർക്ക് എല്ലാം വരയ്ക്കാൻ പറ്റും. ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് വരയ്ക്കാൻ അപ്പോൾ തന്നെ വരയ്ക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഇതാണ്. പിന്നെ ലൈവ് മാർക്കറ്റ്, ലൈവ് പ്രൈസ് മൂവ്മെന്റ്, പ്രൈസ് ബിഹേവിയർ എല്ലാം കണ്ടാൽ ലൈവ് മാർക്കറ്റിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.